ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മീര ജാസ്മിനും അതേപോലെ നമ്മുടെ അശ്വിൻ ബോസൊക്കെ നായകനായെത്തിയ ഒരു പുതിയ ചിത്രത്തിൻ്റെ ട്രെയിലർ ഈ ഓഗസ്റ്റ് 23 ഇറങ്ങുന്ന പടമാണ്. അപ്പോൾ ആ പടത്തിൻ്റെ ട്രെയിലർ നമ്മുടെ യൂട്യൂബിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടാകുന്നു. മീര ജാസ്മിൻ കുറച്ച് നാളായിട്ട് മുമ്പിറങ്ങിയ പടങ്ങളൊന്നും അത്ര ഒരു 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 രസമുള്ള ഒരു പടമായിട്ട് തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പുള്ള കസ്തൂരിമാൻ അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടുവെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ആക്ടിങ് എന്നും അത്ര ഒരു എന്തോ ഒരു ഏച്ച് കിട്ടിയതുപോലെ നമ്മൾ ഈ അഭിനയിക്കാൻ നേരം നിർബന്ധിച്ചു വിട്ട് അങ്ങനെ ചെയ്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താവും എന്നുള്ളത് ഒരു കോമഡി ജോണർ കണ്ടാണ് വരുന്നത്. പോസ്റ്ററൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നോക്കാം. എനിക്ക് സമ്മതമാണ്. ഹലോ, ഇതിലൊരു സംഭവം കോമഡി ആയിരിക്കും. വയസ്സ് 10-31 ആയില്ലേ? ഒരു കല്യാണമൊക്കെ കഴിക്കട്ടെ. പലർക്കും അതൊരു അപ്പോൾ കുറച്ച് പിന്നോട്ടുള്ള സ്റ്റോറിയും വരണുണ്ട് കേട്ടോ. ആണ് ഫേസ്ബുക്കിൽ മെസ്സേജൊക്കെ ഉണ്ടല്ലോ. അത് ചൂരല്ല പയ്യെ. ആ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ തുറക്കണായിട്ടുള്ള എന്തോ ഒരു പരിപാടിയൊക്കെയാണ് കേട്ടോ. ഇത് സംഭവം നീരാശം കൊള്ളാം കേട്ടോ. രസമുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാൽ മതി. അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ, ഇത്തിരി മീൻചാറ്, പാലും പഴവും. അപ്പോൾ എന്തിനാ ട്രെയിലർ കൊള്ളാം കേട്ടോ. ട്രെയിലർ കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല ഒരു കോമഡി ടച്ച് വരുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു. പിന്നെ മീര ജാസ്മിൻ സത്യം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു രസതന്ത്രമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു എന്താ പറയാനായിട്ട് ഒരു ചാർമിങ് ഒരു രസമുണ്ട്. ഒരു ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു അഭിനയമൊക്കെ ഒരു എനർജറ്റിക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം. കൊള്ളാം. പടം എന്തായാലും 23 2 ആഴ്ചകളുണ്ട്. പടം നല്ല പടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കോമഡി ടച്ചൊക്കെ ആയിരിക്കും സാധനം. എന്തായാലും നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.